എപ്പോ? രണ്ടെണ്ണവും കാലി. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എന്ത് ചെയ്യടാ ഇവിടെ? ടോയ്ലറ്റിൽ ഇരുന്നിട്ടോ? ഇനി ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇടോട്ടാവുമെന്ന് എന്റെ പേടി. എടി സുമിത്രേ, നീ ഇന്നലെ ഇവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ എന്താ? ഇതെന്താ? പാല്. അത് ശരി, പാലൊഴിച്ചാണോ തറ നടക്കുന്നത്? നിങ്ങളുടെ സന്തതിയുടെ കയ്യിൽ നിന്ന് താഴെ വീണതാ? അമ്മ തട്ടിട്ടതാ. ആര് തട്ടിയിട്ടാലും വീഴുന്നത് എന്റെ ചങ്കിലാണല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കേരള ഭൂമി പത്രത്തിലെ റിപ്പോർട്ടർ ശിവശങ്കർ എന്ന് കേട്ടാൽ ഈ നാട്ടിലെ വൻ തോക്കുകൾ വരെ കിടുങ്ങും. നിനക്ക് മാത്രം എന്നെ വിലയില്ല. രാത്രിയിലത്തെ വരവ് കണ്ട വില വയ്ക്കാൻ തോന്നും. കുടുംബത്ത് സമാധാനം കിട്ടാത്ത എല്ലാ ഭർത്താക്കന്മാരുടെയും രാത്രി വരവ് ഇത്തിരി മോശമായിരിക്കും. എടീ, ഒരു നല്ല ഭർത്താവിന്റെ നല്ല ഭാര്യയാവാൻ നല്ല ട്രെയിനിങ് തന്നെ വേണം. നീ ശരിയല്ല, തീരെ ശരിയല്ല. ഇവിടെ എനിക്ക് റെസ്പെക്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത്ര രാവിലെ എങ്ങോട്ടാ? നിനക്കിവിടെ നിലം തുടച്ചിരുന്നാ മതി. ഒരു പത്രപ്രവർത്തകന് സമൂഹം മൊത്തം തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഇരട്ടക്കൊല. എന്താ പോലീസ് വാക്കൂട്ടൊന്നും കാണാത്തത്? ഡെഡ് ബോഡി കൊണ്ടുപോയോ? എങ്ങനെ? അതോ ആരെ അറിയിച്ചില്ലേ? എന്തോന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെല്ലാ വസ്തുതകളും വിശദമായി അറിയണം. ആ യുവമിഥുനങ്ങൾ എപ്പോഴാണ് മുറിയെടുത്തത്? അവർ എവിടെ നിന്ന് വന്നു? എത്ര മണിക്കാണ് അവർ കൊല ചെയ്യപ്പെട്ടത്? ഇയാൾ ആരാ? ഏത് യുവമിഥുനം? എന്തു കൊല? അത് ശരി, സംഭവം മൂടിവെക്കാനുള്ള ശ്രമമാണല്ലേ? മിസ്റ്റർ, ഈ ശിവശങ്കർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ മൂടി വെച്ചാലും ആ മൂടി ഞാൻ തുറക്കും. സത്യത്തിന്റെ ഭീകരമായ മുഖം ഞാൻ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കും. റൂം നമ്പർ 256 തുറക്കണം. മിസ്റ്റർ, ഭ്രാന്തുണ്ടെങ്കിൽ ചികിത്സിക്കണം. കളിക്കാൻ പുറത്തു പോ. ഇരട്ടക്കൊല നടന്ന 256 തുറന്നില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിൽ വിളിക്കും. ഇവിടെ 256 മുറിയില്ല, മനസ്സിലായോ? നാരായണനാണോ കൊലപാതകി? ഓ, അവനുടനെ ഒരു കൊലപാതകയായി മാറാനിടയുണ്ട്. ആരെയാണോ കാലത്തെ കൊല ചെയ്യുന്നത്? ഈ ലോഡ്ജിൽ ഒരു ഇരട്ടക്കൊല നടന്നിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഓഹോ, അത് ഇയാൾ എങ്ങനെ അറിഞ്ഞു? അല്ല, ഇത്ര കൃത്യമായിട്ട് പറയാൻ സാറാ നോക്കുന്നത്. നാരായണൻ വരുമ്പോ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. എന്നെ പറ്റി കേട്ടിട്ടില്ലേ? ശിവശങ്കർ കേരള ഭൂമി പത്രത്തിലെ? കേട്ടിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്? തീരെ കേട്ടിട്ടില്ല. എന്നാ ഇനി എപ്പോഴെങ്കിലും കേൾക്കുമ്പോ മറക്കാതിരുന്നാ മതി. ശിവശങ്കർ കേരള ഭൂമി. അല്ല, ഇവിടെ കൊല നടന്ന ആരാ സാറിനോട് പറഞ്ഞേ? കൊല നടന്നോ ഇല്ലയോ? സാറേ, ഇന്ന് ഏപ്രിൽ 1. സാറിനെ ആരോ ഫൂളാക്കിയിരിക്കുക. നോ. യെസ്. സാർ എന്നെ വിളിച്ചോ? ഓ, ഇയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനായിരുന്നു. ഇനി അത് വേണ്ട. പുള്ളിക്കാരൻ പാവോ ഒരു ഏപ്രിൽ ഫൂളാ. മേനോൻ ഹിയർ. ഞാനതൊന്നും നോക്കിയില്ല. ഇനിയിപ്പോ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നതിനേക്കാൾ ത്രില്ല് ലോട്ടറി എടുക്കുക. സ്പെക്കുലേഷൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു പുതിയ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈവനിങ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? യെസ്, കം ഇൻ. എന്താണോ അത്ര രാവിലെ ഒരു അബദ്ധം പറ്റി. അതൊരു പുതിയ കാര്യമല്ലല്ലോ. സായിപ്പ് ഇന്ത്യയിൽ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ട് വർഷം 46 ആവുന്നു. പക്ഷെ ഇപ്പോഴും നാടൻ സായിപ്പന്മാർക്ക് ആ പഴയ ഹാങ് ഓവർ മാറിയിട്ടില്ല. കന്യാകുമാരിക്ക് എന്തിനാ കാശ്മീർ വഴി പോകുന്നത്? നീ കാര്യം പറ. ന്യൂ ഇയർ, ഹാപ്പി ബർത്ത്ഡേ, ഏപ്രിൽ ഫുൾ. നമ്മുടെ കൾച്ചറിൽ എവിടെയാ ഏപ്രിൽ ഫുൾ?
സായിപ്പിന്റെ ഉച്ചിഷ്ടല്ലേ അതൊക്കെ എന്നെല്ലാരും ചേർന്ന് ഇന്ന് ഏപ്രിൽ ഫൂൾ ആക്കി. ഓ സായിപ്പ് ബുദ്ധിമാനാ. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫൂൾ ആകാനുള്ള ഒരു കൊതി അവന് കാണും. നമ്മൾ 365 ദിവസവും ഫൂൾസാ. ഇനി പ്രത്യേകിച്ച് എന്തിനാ ഏപ്രിൽ ഫൂൾ? ഒരു ഏപ്രിൽ ഫൂളിനും ഈ ശിവശങ്കറിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. പത്രപ്രവർത്തനം ഒരു യാത്രയാണ്. ആ യാത്രയിൽ അപകടമാണ് എന്റെ സഹയാത്രികൻ. പുതിയ വാർത്ത എവിടെ ഉണ്ടെന്നറിഞ്ഞാലും ഞാൻ ചാടി വീഴും. അതെന്റെ ത്രില്ലാണ്, ശീലമാണ്, ആവേശമാണ്. അടങ്ങി ശിവശങ്കര. ഒരു പത്രപ്രവർത്തനം വേണ്ടത് ആവേശം മാത്രമല്ല. എ ജേർണലിസ്റ്റ് മസ്റ്റ് ബി എ സെൻസിറ്റീവ് ഒബ്സർവന്റ്, ഷാർപ്പ്, ഇൻസ്റ്റന്റ് ആൻഡ് 100% ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. യെസ്, ഏത് സംഭവത്തിന് ഇടയ്ക്ക് ഉണ്ടാകാവുന്ന ഒരു ട്വിസ്റ്റ് അത് തിരിച്ചറിയാനുള്ള കഴിവ്, പ്രസൻസ് ഓഫ് മൈൻഡ്, കറക്റ്റ്. അതാണ് നിനക്കില്ലാത്തത്. ഉള്ള കഴിവിനുള്ള അംഗീകാരം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇതാണ് നിന്റെ മറ്റൊരു പ്രശ്നം, കോംപ്ലക്സ്. ഈ ധാരണ ഉള്ളിടത്തോളം കാലം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തും വെട്ടിപ്പിടിക്കാനുള്ള വിൽ പവർ നിനക്കതില്ല. ഞാൻ വന്ന കാര്യം സാധിച്ചു. എന്താന്ന്? മാനസികമായി കുറച്ചുകൂടെ തകർക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത്. ഓക്കെ, കാലത്ത് ഏപ്രിൽ ഫുൾ, ഇപ്പൊ ഇത് പോട്ടെ. ഓഫീസിലേക്ക് കാണാം. എവിടേക്കെങ്കിലും ആവട്ടെ. ആ പിന്നെ ഇത് മുഴുവൻ ഇപ്പൊ തന്നെ ചേട്ടൻ ഫോൺ ചെയ്ത് സുമിത്രയോട് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ദേ, എന്റെ ഭാര്യയുടെ മുമ്പിലെങ്കിലും എന്റെ ഇമേജ് തകർക്കരുത്. നിരപരാധികളായ ഭർത്താക്കന്മാരുടെ ശാപമേറ്റാലുണ്ടല്ലോ, ചേട്ടൻ ഈ വയസ്സുകാലത്ത് കല്യാണം കഴിക്കേണ്ടി വരും. പോടാ പോടാ. ഏതോ ലോഡ്ജിൽ ഇരട്ട കൊലപാതകം നടന്നു പറയുന്ന കേട്ടല്ലോ, ശരിയാണോ? ഞാൻ അറിഞ്ഞില്ല. കഷ്ടമായി പോയി. ഹരി അറിഞ്ഞോ? ഇല്ല. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ശിവശങ്കരൻ ചേട്ടാ അറിഞ്ഞാണോ? ഇല്ല ചേട്ടാ. അറിഞ്ഞു. ഇരട്ട കൊലപാതകമല്ല, ഇരട്ട പ്രസവിച്ചെന്ന്. ആര്? ഇവന്റെ ഊത്ത വയറൻ രാഷ്ട്രീയക്കാരൻ തന്ത. അയാൾ പ്രസവിച്ച വിവരം പ്രസ് ക്ലബിൽ നിന്ന് വിളിച്ച് പറയും, മറ്റു പത്രക്കാരും അറിയട്ടെ. ആ പറ പറ. 11:30 ദേവസ്വം ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ പത്രസമ്മേളനം. ദാരിദ്ര്യവാസികൾ അമ്പലം വിഴുങ്ങും, ഒരു ചായ പോലും വാങ്ങിച്ചു തരില്ല. അടുത്ത പറ. 12 കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പത്രസമ്മേളനം. ആ അത് കൊള്ളാം, കുറച്ച് കശുവണ്ടി എന്തായാലും കിട്ടും. അടുത്ത് തീർന്നാ? ഓ സന്തോഷം. ശിവ, ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്ന പരിപാടികളൊന്നുമില്ല, കഞ്ഞികൾ. ആ പ്രസ് ക്ലബിൽ നിന്ന് 3 പത്രസമ്മേളനം ഉണ്ട്, ശിവൻ നോക്കണം. സാധ്യമല്ല. 3 ഇന്റർനാഷണൽ പത്രപ്രവർത്തകർ പുറത്തിരിപ്പുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, അതുകൊണ്ടാ 3 അടുപ്പൂട്ടിയല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഏതെങ്കിലും MLA-മാരുടെ പുറകെ നടക്കാം. അനീതിക്ക് കോളേജ് അഡ്മിഷൻ, അച്ഛന്റെ സസ്പെൻഷൻ, അമ്മൂമ്മയുടെ പെൻഷൻ, ഒന്നും പറയണ്ട. എല്ലാവരും കണക്ക് തന്നെ. എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്ത പത്രസമ്മേളനത്തിന് നിങ്ങളും പോവാറില്ലല്ലോ. അവർ സന്തോഷമായിട്ട് തരുന്നു, ഞങ്ങൾ സന്തോഷമായിട്ട് മേടിക്കുന്നു. എന്തോ അങ്ങനെ നക്കുന്നത് എനിക്ക് തീരെ ദഹിക്കുന്നില്ല. അയ്യോ, എന്തൊരു സിൻസിയറിറ്റി. സിൻസിയർ ആണ്. എ ജേർണലിസ്റ്റ് മസ്റ്റ് ബി സിൻസിയർ, ഷാർപ്പ്, ഇൻസ്റ്റന്റ് ആൻഡ് 100% ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. മേനു സാറിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? അവിടുന്ന് ഉണ്ടത് ഇവിടെ ഛർദിക്കണ്ട. വിട്ടുപിടി ശിവ. ലീന. ആ പ്രസ് ക്ലബിൽ നിന്നാ 3 പത്രസമ്മേളനം ഉണ്ട്, ലീന നോക്കണം. ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേറെന്തെങ്കിലും? തരാം. പ്രഭു കേരള ഭൂമി. ശവോ എവിടെ? കടപ്പുറത്തോ? ശരി. നമ്മുടെ വിഴിഞ്ഞ ഏജന്റ് ഗോപാലകൃഷ്ണ. കടപ്പുറത്ത് അജ്ഞാത ശവശരീരം. ഓഹോ, എന്നാ ഞാൻ പോയി നോക്കാം. വേണ്ട, ശിവൻ ഇവിടെ വേണം. ഞാനൊന്ന് പുറത്തു പോകും. ഇന്ന് പ്രസ് ക്ലബിൽ നിന്ന് പാം ഓയിൽ ഇട്ടുന്ന ദിവസമാണ്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കണം. അജ്ഞാതനെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാനിവിടെ ചൊറിയും കുത്തിരിക്കണം. ഓക്കേ. അജ്ഞാത ശവത്തെ ചുറ്റിപ്പറ്റി വല്ലതും? ചുറ്റി പറ്റണ്ട. ഞാനാ ചീഫ് റിപ്പോർട്ടർ, പറയുന്ന അനുസരിച്ചാ മതി. അജ്ഞാതന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
സാറിന്റെ വിലയാണോ? എന്താ? എന്റേതാ. ആഹാ, ചേട്ടന്റെ ആണോ? ഇതെന്താ സംഭവം? വെളുപ്പിന് കടലിൽ പോയതാ. ആര്, ശവോ? അല്ല, ആ, ഞാൻ ആഹാ. എന്തരോ വലയിൽ കുടുങ്ങിന്ന് വെച്ച് വലിച്ചു കയറ്റി. അപ്പയാ കണ്ടത്. പിന്നെ നേരെ കരക്കടിപ്പിച്ചു. ശവത്തിന്റെ കൂടെ കിടക്കുന്ന മീൻ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? അയ്യോ, അത് പോലീസുകാര് പറഞ്ഞു വെച്ചിരിക്കുവാ. ഹായ്. ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡന്റ് തന്നെയല്ലേ? അതെ, ആ, മുഖം ശരിക്കും കണ്ടല്ലോ, ചതിക്കരുത്. കണ്ടു. അത് ജീവൻകുമാർ തന്നെയാണ്. പക്ഷെ ഇപ്പോ ജീവനില്ല. ആ, ഇത് ആത്മഹത്യ ആയിരിക്കുമോ, കൊലപാതകമായിരിക്കുമോ, അതോ സ്വയം മരണം വരിച്ചതായിരിക്കുമോ? പറയൂ ചേട്ടാ, എന്തിനാണ് സാധ്യത? ആത്മഹത്യ ചെയ്യാനുള്ള ഇത്ര പ്രശ്നങ്ങളൊന്നും അവനുള്ളതായിട്ട് തോന്നുന്നില്ല. ഉം. പിന്നെ ദാ, പത്രക്കാരനാണ്. ഇയാൾ എന്തെങ്കിലും വെച്ച് വീശിയാൽ പിന്നെ നിനക്ക് മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. വീശിയില്ലെങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഇത്രയും മതി. ബാക്കി ആ മനോധർമ്മം പോലെ വെച്ച് താങ്ങിക്കൊള്ളാം. അതാണല്ലോ പത്രധർമ്മം. ശിവ, സ്റ്റോപ്പ്, ഏ? സ്റ്റോപ്പ്. താനെന്തിനാ ഇവിടെ വന്ന്? ഓഫീസിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഇത്രയും വലിയൊരു സംഭവം നടന്ന സാഹചര്യത്തിൽ ഓഫീസിൽ ഇരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ആ ചീഫ്. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. കടപ്പുറത്ത് ചീഫും ജൂനിയറും ഒന്നുമില്ല. ഒരു സ്കൂപ്പ് കിട്ടുമോ നോക്കട്ടെ. നിൽക്കടോ, നിൽക്കവിടെ. താൻ സൂപ്പ് എഴുതിക്കൊണ്ട് വാ. അത് പത്രത്തിൽ കൊടുക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കട്ടെ. താൻ ചീഫ് റിപ്പോർട്ടർ മാത്രമല്ലേ, പത്രത്തിനൊരു ചീഫ് എഡിറ്റർ കൂടി ഉണ്ടല്ലോ. അയാൾക്ക് കോമൺ സെൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോ എന്റെ സ്കൂപ്പ് ഇട്ടേക്കും. എടോ, കോമൺ സെൻസും പത്രപ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധമാണോ? ശ്ശോ, തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ റെഡി ആക്കിക്കോ. എക്സ്ക്യൂസ് മീ, ജീവൻകുമാറിന്റെ ബന്ധുക്കളാണ്. അതെ. എനിക്ക് ചില വസ്തുതകൾ അറിയാനുണ്ട്. ഞാൻ കേരള ഭൂമിയിൽ നിന്നാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതിനു മുമ്പ് ആരെങ്കിലും കടലിൽ വീണ് മരിച്ചിട്ടുണ്ടോ? വെള്ളം കുടിച്ച ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ, കുളത്തിലോ കിണറ്റിലോ പുഴയിലോ കായലിലോ വീണ് ആരെങ്കിലും? ഇല്ല. ആ, അപ്പോ കുടുംബ പാരമ്പര്യം മറികടന്നുള്ള ഒരു ദുർമരണമാണിതല്ലേ? സ്വത്തിനെ ചൊല്ലി ജീവൻകുമാറും അയാളുടെ അച്ഛനും തമ്മിൽ എന്തോ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നല്ലോ. ഒരു ഏറ്റുമുട്ടലും ഇല്ല. അവന്റെ അച്ഛനായത്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. എന്താ ഇവിടെ നിൽക്ക്. ഒരാള് മരിച്ചിട്ട് അയാളുടെ അച്ഛനും സ്വന്തക്കാരും നിൽക്കുമ്പോഴാണോടോ തന്റെ ഈ ചുറിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കല്? തടി കേടാക്കാതെ പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ മരിച്ചാൾ തിരിച്ചു വരുമോ? മനുഷ്യനെ ഭ്രാന്തി കൊടുപ്പിക്കാതെ താൻ പോകുന്നുണ്ടോ? നന്നായി. കഷ്ടം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് ഇങ്ങനെ നടക്കൂന്നു. ചങ്ക് കയറി താണ്ടോ മാടാതട പ്രഭാകര. ഞാൻ സ്വന്തം ലേഖകൻ. ഇവൻ പ്രസിൽ ബൈൻഡിങ് സെക്ഷനിൽ പശയച്ച് നടന്നവൻ. കാല് നക്കിയും കാക്കാ പിടിച്ചും ചീഫ് റിപ്പോർട്ടറായി. ഇപ്പൊ എന്റെ തലേ കയറി ഒന്ന് തൂറ. നല്ല ഭാഷ സംസാരിക്കണ. ചേട്ടൻ അറിയില്ല സ്കൂപ്പ് മിസ്സായതിന്റെ വിഷമം. ഇന്ന് ബീച്ചിൽ വെച്ച് ഡെഡ് ബോഡി കാണാൻ പോലും സമ്മതിക്കാതെ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ആരാ? ബുൾഡോസറോ? നിനക്ക് ശവത്തിന്റെ കൂടെ കയറി കിടക്കായിരുന്നില്ലേ? അവര് കൊണ്ടുപോയി വെട്ടി നുറുക്കി തുണ്ടമായി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നേലേ ഡബിൾ സ്കൂപ്പ് ആയിരുന്നേനെ. നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ദഹിപ്പിച്ചാലും നിന്റെ ഐഗോ നിന്നെ വിട്ട് പോവില്ല. അത് നിന്റെ രക്തത്തിൽ അഴിഞ്ഞു. രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരുതരം വയലന്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ആകരുത്. ഈയിടെ അല്പം കൂടുന്നുണ്ട്. സോഡ കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. സോഡ അല്ല, വിസ്കി. എത്രാമത്തെയാന്ന് അറിയാവോ? ആറാമത്തെയാ. ചുമ്മാ കിട്ടുകയാണെങ്കിലേ ഒരു ഡൂക്കിലി പത്രക്കാരന് 6 അല്ല 60 വരെ ആവാം. എടാ ശിവ, ഞാൻ നീയും ഡൂക്കിലി പത്രക്കാർ. പക്ഷെ ചേട്ടൻ ആരാ? സർവീസിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചീഫ് സെക്രട്ടറിയാ. തന്റെ പുല്ലരിക്ക് വേണ്ടടാ ചൂലേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. എവിടെ നിന്ന്? IAS കാരന്റെ കസേര. അങ്ങനെയുള്ള ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കണം. എനിക്ക് ചേട്ടനോട് മാപ്പ് പറയണം. ചേട്ടന്റെ കാല് ഇത് കണ്ടോ? ചേട്ടാ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ സമാധാനം തെറ്റിപ്പോകും. നമുക്ക് നാളെ കാണാൻ കൂട്ടാ. ഈ സാധനം വെച്ചിട്ട് പോകണം. ചേട്ടന്റെ കാര്യം ബന്ധമുണ്ടോ?